നമസ്കാരം. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും ലോകത്തേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ തട്ടിപ്പുകളുടെയും ചതിക്കുഴികളുടെയും വ്യാപ്തി ഏറുകയാണ്. കുറ്റകൃത്യങ്ങളുടെ പഴങ്കഥയല്ല, കുറ്റവാളികളുടെ പുതുമുഖങ്ങളാണ് പുറത്തു വരേണ്ടത്. അത് തേടിയാണ് മൈഫിൻ ടിവിയുടെ ഈ പരമ്പര ഡേർട്ടി ഡീൽസ്. കൊച്ചി എന്ന ഈ മഹാനഗരമാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന മാരക ലഹരി വസ്തുവിനെ സംസ്ഥാനത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. വിദേശത്തു നിന്നെത്തിയ ഈ വരത്തൻ ഇപ്പോൾ സംസ്ഥാനത്ത് സുലഭം. ഞെട്ടിക്കുന്ന കണക്കുകൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പുതുതലമുറ ഇതെങ്ങോട്ടെന്ന് ക്രൈം അപ്ഡേറ്റ്സ് പരിശോധിക്കുന്നു. സെപ്റ്റംബർ 2024 എറണാകുളം റൂറൽ പോലീസിന് കർണാടക പോലീസിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. കുടക് മേഖലയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന കാസർഗോഡ് സ്വദേശിയായ മഖ്റൂഫ് എറണാകുളത്തുണ്ടെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും കർണാടക പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തൊട്ടടുത്ത ദിവസം ബാങ്കോക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മഖ്റൂഫ് പിടിയിലായി. ആ സംഭവം കേരള പോലീസിന് മുന്നിൽ ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊരു ലഹരി വസ്തു സംബന്ധിച്ച കൂടുതൽ വിവരം കൂടിയായിരുന്നു തുറന്നിട്ടത്. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കസ്റ്റംസും നർക്കോട്ടിക് സെല്ലും കേരള പോലീസും പിടികൂടിയത് 100 കണക്കിന് കേസുകൾ. കഴിഞ്ഞ ആഴ്ചയാണ് ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിലേക്ക് ലഹരി വാങ്ങാൻ ഒരുമിച്ച് കാറിൽ പോയ അഭിഭാഷകയായ അമ്മയും മകനും പുന്നപ്ര പറവൂരിൽ പിടിയിലായത്. അഡ്വക്കേറ്റ് സത്യമോൾ, മകൻ സൗരവ്ജിത്ത് എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പുന്നപ്ര പോലീസും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ നിന്ന് MDMAയും ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി. ഇവരുടെ അമ്പലപ്പുഴയിലെ വീട് പരിശോധിച്ചപ്പോൾ വീട്ടിൽ ലഹരി ഉപയോഗത്തിനായി പ്രത്യേക ബാറും തയ്യാറാക്കിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു തൊട്ടുമുൻപാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫാഷൻ ഡിസൈനറായ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീലും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ അലൻ കോശിയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിലിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, ഇതുവരെയുള്ള എല്ലാ കേസുകളുടെയും ഒരറ്റം എത്തി നിൽക്കുന്നത് ബാങ്കോക്കിലാണെന്നതാണ് മറ്റൊരു വസ്തുത. വിദേശ രാജ്യങ്ങളിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ചെയ്യുന്നത്. തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൊച്ചി സിറ്റിയിലേക്ക് വരുന്നത്. നമുക്ക് അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത് കൂടിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് വരുന്ന അളവ് കൂടിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. ഉപയോഗിച്ചവരോട് ചോദിക്കുമ്പോൾ പറയും പെട്ടെന്ന് തന്നെ ഇത് റിസൾട്ട് കിട്ടും അവർക്ക്. അവർ THC എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കെമിക്കലുണ്ട് കന്നാബിസ് പ്ലാന്റിൽ, ടെട്രാഹൈഡ്രാബിനോ കന്നാബിനോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലിമെൻറ്റ് ഹൈബ്രിഡ് കഞ്ചയിൽ കൂടുതലാണ്. അപ്പോൾ അവർ കൂടുതൽ സാധാരണ കഞ്ച അത് കന്നാബിസ് സറ്റൈവ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്കൊരു ഉത്തേജനം കിട്ടും ഈ ഹൈബ്രിഡ് കഞ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ. തായ്ലൻഡ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനത്താവളങ്ങളിലൂടെയാണ് ഹൈബ്രിഡ് കഞ്ചാവെന്ന ഈ മാരക ലഹരി വസ്തു കേരളത്തിലെത്തുന്നത്. ഒരു വർഷത്തിനിടെ കൊച്ചി വിമാനത്താവളത്തിൽ 100 കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പിടികൂടിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് 100 കോടിയോളം രൂപ വില വരും. കൊച്ചി എന്ന മഹാനഗരം ഹൈബ്രിഡ് കഞ്ചാവിനെ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. തുടക്കത്തിൽ നഗരത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന ഈ ലഹരി ഉപയോഗം
പതുക്കെ പതുക്കെ മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചുവെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ. നഗരഹൃദയങ്ങളിലെ രാവുകൾക്ക് ഇപ്പോൾ ലഹരിയുടെ ഗന്ധമാണ്. അതിൽ പുതുമ തേടുന്ന പുത്തൻ തലമുറയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവെന്ന വരത്തിനോട് കൂടുതൽ പ്രിയം. ഹൈബ്രിഡ് കഞ്ചാവിൽ ലഹരിയുടെ അംശം കൂടുതലായതിനാൽ അതിന്റെ തീവ്രത മണിക്കൂറുകളോളം നിലനിൽക്കുമെന്നതാണ് ഇതിനോട് പ്രിയമേറാനുള്ള കാരണവും. ചിലർ ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം ചില സിന്തറ്റിക് ലഹരി വസ്തുക്കളും ചേർക്കാറുണ്ട്. വിദേശത്തു നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി വിമാനത്താവളങ്ങൾ വഴി UAE-യിലേക്കും കടത്തുന്നു. 10 ഇരട്ടി ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കാരിയർമാർ ആകുന്നവർക്ക് വിമാന ടിക്കറ്റോ വിസിറ്റിംഗ് വിസയോ ആയിരിക്കും കമ്മീഷൻ. ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. അതായത് മണ്ണില്ലാതെ പോഷക സമ്പുഷ്ടമായ ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നതാണ് രീതി. പോഷകങ്ങളുടെ അളവ്, pH മൂല്യം, വെളിച്ചം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യമായ നിയന്ത്രണമാണ് ഇതിന്റെ അടിസ്ഥാനം. കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് വളർത്തുന്നത്. ഇത് ഗുണനിലവാരത്തിൽ മികച്ചതാണെന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധമുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാപിക് സബ്സ്റ്റൻസസ് നിയമത്തിലെ പഴുതുകളാണ് രാജ്യത്ത് കഞ്ചാവ് പ്രതിരോധത്തിൽ നിയമ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത്. 1 കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. സാധാരണ കഞ്ചാവിനും ഹൈബ്രിഡ് കഞ്ചാവിനും ഈ വ്യവസ്ഥ ബാധകം. ഇതിനാൽ 999 ഗ്രാം വരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ആർക്കും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കലിയുഗവരദനായ അയ്യപ്പന് വരെ രക്ഷയില്ലാത്ത കാലമാണിത്. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം അങ്ങ് അതിർത്തിയും കടന്ന് കർണാടകയിലെ ബെല്ലാരി വരെ എത്തി. പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെത്തിയതിനൊപ്പം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളാണ് ചുരുളഴിയുന്നത്. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ സ്ഥാപനത്തിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷന്റെ കണക്ക് പ്രകാരം ബാക്കിയായ സ്വർണം മാത്രം 6 വർഷത്തിനു ശേഷം കണ്ടെത്തുന്നതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെയാണെന്ന ആരോപണം ശക്തമാണ്. ഇതിനിടെയാണ് ഇരുവരുടെയും ബിസിനസ് ബന്ധം ഉറപ്പിക്കപ്പെടുന്ന തെളിവുമായി കൽപേഷ് എന്ന ഇടനിലക്കാരന്റെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം ഗോവർദ്ധന് വിറ്റിരുന്നുവെന്ന് പോറ്റി നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം ഉറപ്പിക്കപ്പെടുന്നതാണ് ഇപ്പോൾ കൽപേഷ് നൽകുന്ന മൊഴി. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെ എത്തിച്ചു നൽകിയെന്നും തന്റെ സ്ഥാപനവും ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനുമായുള്ള ബിസിനസ് ബന്ധത്തിന്റെ പേരിലാണ് സ്വർണം എത്തിച്ചു നൽകിയതെന്നും കൽപേഷ് അവകാശപ്പെട്ടതോടെ ഗോവർദ്ധനുമൊത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾക്ക് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കൽപേഷ് എന്ന പേര് ആദ്യമായി ഉയർന്നത്. വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ബാക്കിയുണ്ടായിരുന്ന 476 ഗ്രാം കൽപേഷ് ബെല്ലാരിയിൽ എത്തിച്ചു നൽകിയെന്നായിരുന്നു പരാമർശം. ജോലി ചെയ്യുന്ന ചെന്നൈ സൌകാർപേട്ടിലുള്ള കാളിക്കുണ്ട് ജ്വല്ലറിക്ക് ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയുമായി ഇടപാടുകളുണ്ട്. സ്വർണം എത്തിച്ചു നൽകിയതിന് തനിക്ക് 35,000 രൂപ പ്രതിഫലം കിട്ടിയെന്നും കൽപേഷ് ജെയിൻ സമ്മതിച്ചു. രാജസ്ഥാൻ സ്വദേശിയായ 31 വയസ്സുകാരനായ കൽപേഷ് 2012 മുതൽ ചെന്നൈയിലെ ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നത്. ജെയിൻ എന്നയാളാണ് കടയുടെ ഉടമ. ഉടമയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വർണവും മറ്റു ഉരുപ്പടികളും വാങ്ങി കൃത്യമായ ഇടങ്ങളിൽ എത്തിക്കുക എന്നതാണ് തന്റെ ജോലിയെന്ന് കൽപേഷ് വ്യക്തമാക്കി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് തനിക്കറിയില്ലെന്നാണ് കൽപേഷിന്റെ വാദം. വെറുമൊരു ഒറ്റമുറി സ്ഥാപനമായ കാളിക്കുണ്ട് ജ്വല്ലറിയും ബെല്ലാരിയിലെ പ്രമുഖ സ്വർണ്ണ ഇടപാടുകാരനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള അവകാശവാദം കൂടുതൽ ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇടനിലക്കാരനായി നിന്നതുകൊണ്ടുതന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന കൽപേഷിന്റെ വെളിപ്പെടുത്തൽ എത്രമാത്രം വിശ്വസനീയമാണെന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വളരെ കാലമായി ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് ഗോവർദ്ധൻ. ശാന്തിക്കാരനായിരിക്കെ ശ്രീരാംപുരിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയെ പരിചയപ്പെടുന്നത്. ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയും പിന്നീട് സ്പോൺസറുമായി പോറ്റി എത്തിയപ്പോഴും സൗഹൃദം തുടർന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗോവർദ്ധൻ പലതവണ ശബരിമലയിൽ എത്തിയതായുള്ള തെളിവുകളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്.
ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാൻ നേരത്തെ ഗോവർദ്ധൻ സ്വർണം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇരുവർക്കുമെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്നിരിക്കെ ശബരിമലയിലെ സ്വർണത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് വാദിക്കുന്ന ഗോവർദ്ധൻ കളവ് പറഞ്ഞതാണോ എന്ന സംശയം ശക്തമാണ്. സ്വർണപ്പാളി കവർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇരുവരും ഗൂഢാലോചന നടത്തിയിരിക്കാമെന്നാണ് നിഗമനം. SIT നടത്തുന്ന അന്വേഷണത്തിനിടെ കേസുമായി ബന്ധപ്പെട്ട് അനുദിനം കൂടുതൽ തെളിവുകളും മൊഴികളും പുറത്തുവരുന്നതിലൂടെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ അവിശുദ്ധ ഇടപാടുകളുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ പേരിൽ നടന്ന 27 കോടി രൂപയുടെ തട്ടിപ്പ്. ബാങ്കിന്റെ ആപ്പ് ഉപയോഗിച്ച് 500-ലേറെ വ്യാജ പാൻ കാർഡുകൾ നിർമ്മിച്ച് കോടികൾ തട്ടിയെടുത്ത അസം സ്വദേശി പിടിയിലായതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. 500-ലേറെ വ്യാജ പാൻ കാർഡുകൾ, അതും എല്ലാം മികച്ച സിബിൽ സ്കോർ ഉള്ളവരുടെ മാത്രം. മേൽവിലാസവും ശരിയായ രീതിയിൽ കൊടുക്കും. പക്ഷേ ഫോട്ടോ അത് തട്ടിപ്പ് സംഘത്തിലെ ആരുടെയെങ്കിലും ആയിരിക്കും. ലോൺ കിട്ടണമെങ്കിൽ വീഡിയോ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി പാൻ കാർഡിലെ അതേ വ്യക്തി തന്നെ വീഡിയോ KYCയിൽ വരണം. അതിനാണ് വ്യാജ പാൻ കാർഡ്. KYC വെരിഫിക്കേഷനായി വീഡിയോ കോൾ വിളിക്കുമ്പോൾ മുന്നിലെത്തുന്നത് തട്ടിപ്പ് സംഘത്തിലെ പാൻ കാർഡ് ഉള്ളയാളായിരിക്കും. തുടർന്ന് ലോൺ അനുവദിക്കും. ഇങ്ങനെ ഫെഡറൽ ബാങ്കിന്റെ തന്നെ ആപ്പ് വഴി ലോണുകൾ തരപ്പെടുത്തിയത് ഒന്നും രണ്ടുമല്ല, 27 കോടി രൂപയാണ് അസം ബോവൽഗിരി സ്വദേശിയായ ഷിറാജുൽ ഇസ്ലാമും സംഘവും തട്ടിയെടുത്തത്. 2023 കൊച്ചി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ഏറെ നാൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അസമാണ് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രമെന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം അസമിൽ 15 ദിവസത്തോളം ക്യാമ്പ് ചെയ്താണ് ഷിറാജുൽ ഇസ്ലാമിനെ കുടുക്കിയത്. അസമിൽ ആഡംബര വീടും കോഴിഫാമും ഉൾപ്പെടെ അത്യാഡംബര ജീവിതമായിരുന്നു ഷിറാജുൽ ഇസ്ലാമിന്റേതെന്ന് അന്വേഷണ സംഘം പറയുന്നു. തട്ടിപ്പിന്റെ സൂത്രധാരനായ ഇയാളുടെ സംഘത്തിൽ നിരവധി പേരുണ്ടെന്നാണ് വിവരം. ഷിറാജുലിന്റെ അക്കൗണ്ടിലേക്ക് 4.5 കോടിയോളം രൂപ വരെ എത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അസമിൽ സമാനമായ മറ്റ് 2 കേസുകളിലും ഇതര സംസ്ഥാനത്തും ഷിറാജുൽ ഇസ്ലാമിന്റെ പേരിൽ കേസുകൾ നിലവിലുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതിയുടെ പേരിലുള്ള കാറും ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തു. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലുക്കിയ PNB തട്ടിപ്പിന്റെ പര്യായമാണ് മെഹുൽ ചോക്സി എന്ന പേര്. അതിപ്രശസ്തനായ ബിസിനസ്സുകാരനിൽ നിന്നും പിടികിട്ടാപ്പുള്ളിയായ വ്യക്തിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. വിദേശയാത്രയ്ക്കിടെ ബെൽജിയത്തിൽ പിടിയിലായ ചോക്സിയെ കാത്ത് ഇപ്പോഴിതാ മുംബൈ ആർദർ റോഡ് ജയിലിലെ VIP ലോഞ്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 12ാം നമ്പർ ബാരക്ക് ഒരുങ്ങുകയാണ്. മെഹുൽ ചിനുഭായ് ചോക്സി എന്ന പഠിച്ച കള്ളനെ സ്വീകരിക്കാൻ തടവറയുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് ഇന്നും അരവയറിനായി എല്ലുമുറിയെ പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ ഇന്ത്യ കാത്തിരിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചരിത്രത്തിലെ തന്നെ മായാത്ത കളങ്കമായി മാറിയ സംഭവബഹുലമായ തട്ടിപ്പാണ് വജ്രവ്യാപാരി മെഹുൽ ചോക്സി നടത്തിയത്. രാജ്യത്തെ ആദ്യത്തെ ദേശസാൽകൃത ബാങ്കായ PNBയിൽ 13,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി കരീബിയൻ ദ്വീപുകളിലേക്ക് നാടുവിട്ട ചോക്സി ഈ വർഷം ഏപ്രിലിൽ ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഇപ്പോഴിതാ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതി അനുമതി നൽകിയിരിക്കുന്നു. അതും ചോക്സിയെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന ഇന്ത്യയുടെ ഉറപ്പോടെ. ഇതിനായി കേന്ദ്ര സർക്കാർ ബെൽജിയൻ അധികൃതർക്ക് നൽകിയത് മുംബൈയിലെ ആർദർ റോഡ് ജയിലിലെ VIP ലോഞ്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 12ാം നമ്പർ ബാരക്കിന്റെ ഫോട്ടോകൾ. ഇന്ത്യൻ ജയിലുകൾ തിരക്കേറിയതും സുരക്ഷിതമല്ലാത്തതും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയവുമാണെന്ന ചോക്സിയുടെ നിയമസംഘത്തിന്റെ ബെൽജിയം കോടതിയിലെ വാദത്തെ പ്രതിരോധിക്കുന്നതിനാണ് ഇന്ത്യ ഈ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി അജ്മൽ കസബിനെ ഒരിക്കൽ തടവിലാക്കിയ അതേ ഉയർന്ന സുരക്ഷാ ജയിലാണിത്. 46 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ബാരക് ജയിലിലെ മറ്റെല്ലാ സെല്ലുകളിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു. CCTV, മൊബൈൽ ജാമറുകൾ പോലുള്ള മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സെല്ലുകളിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ, ശുചിത്വത്തിനായി PVC തറയും വാൾ ടൈലുകളും വെന്റിലേഷൻ എന്നിവയുമുണ്ട്. ഫാൻ, ട്യൂബ് ലൈറ്റുകൾ, കൊതുക് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും സെല്ലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു.
ശക്തമായ സുരക്ഷാ നിരീക്ഷണമുള്ള ഇവിടെ ICU സൗകര്യത്തോടെ 20 കിടക്കകളുള്ള ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. നിയമപരമായ സന്ദർശനങ്ങൾ ദിവസവും അനുവദനീയമാണ്. കൂടാതെ ആഴ്ചയിലൊരിക്കൽ കുടുംബ സന്ദർശനങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ചികിത്സാ കാരണങ്ങളാലോ കോടതിയിൽ ഹാജരാക്കുന്നതിനോ മാത്രമേ ചോക്സിയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരൂവെന്നും അതിന്റെ നിരീക്ഷണം അന്വേഷണ ഏജൻസിയുടെ അധികാരപരിധിയിലല്ല, കോടതിയുടെ അധികാരപരിധിയിലായിരിക്കുമെന്നും ജയിലിൽ എല്ലാ മനുഷ്യാവകാശ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുമെന്നും ഇന്ത്യ ബെൽജിയം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഗീതാഞ്ജലി ജെംസ് എന്ന പേരിൽ ഇന്ത്യയുടെ വജ്രാഭരണ ഇൻഡസ്ട്രിയുടെ മുൻനിരയിൽ കത്തി നിൽക്കുന്ന വ്യാപാരിയായിരുന്നു മെഹുൽ ചോക്സി. അദ്ദേഹത്തോടൊപ്പം ചോക്സിയുടെ സഹോദരി പുത്രനും വജ്രാഭരണ വ്യാപാരിയും ഡിസൈനറുമായ നീരവ് മോദി, മറ്റു ബന്ധുക്കൾ എന്നിവർ ചേർന്നാണ് PNB തട്ടിപ്പ് നടത്തുന്നത്. 2018 ജനുവരിയിൽ ചോക്സി ഇന്ത്യ വിട്ടു. നേരത്തെ തന്നെ അമേരിക്കൻ പൗരത്വം നേടിയിരുന്ന ചോക്സി ആദ്യം ആന്റിഗ്വയിലും ബാർബുഡയിലും സ്ഥിര താമസമാക്കി. തുടർന്ന് 2021 മെയ്യിൽ വളരെ ദുരൂഹമായി ആന്റിഗ്വയിൽ നിന്നും അപ്രത്യക്ഷനായ ചോക്സി പിന്നീട് കരീബിയൻ ദ്വീപായ ഡൊമിനിക്കയിലാണ് പോയത്. രക്താർബുദ ബാധിതനായ ചോക്സി ചികിത്സക്കായി ഈ വർഷം ഏപ്രിലിൽ ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിൽ എത്തിയതോടെയാണ് പിടിവീണത്. ചോക്സിക്കെതിരെ മുംബൈ കോടതിയുടെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. ആരോഗ്യ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഒന്നിലധികം ജാമ്യാപേക്ഷകൾ ചോക്സി കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അതെല്ലാം തള്ളി. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തെളിവ് നശിപ്പിക്കൽ, അഴിമതി എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇന്ത്യയിൽ ചോക്സിക്കെതിരെ ചുമത്തിയത്. നേരത്തെ ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ 2565 കോടി രൂപയുടെ ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഗീതാഞ്ജലി ഗ്രൂപ്പിനെ ഒരു ആഗോള സാമ്രാജ്യമാക്കി മാറ്റിയ മെഹുൽ ചോക്സിയുടെ പ്രതാപകാലത്ത് 20,000 കോടി രൂപയിലധികമായിരുന്നു ആസ്തി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലും കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അത്യാഡംബരത്തിന്റെ കൊടുമുടിയിലായിരുന്നു ജീവിതം. പണത്തിന്റെ പോരിവ വിളിച്ചോതുന്ന മണിമാളികകൾ, യാത്രകൾക്കായി ആഡംബര കാറുകൾ മുതൽ യാനങ്ങളും സ്വകാര്യ വിമാനങ്ങളും വരെ. രാഷ്ട്രീയ നേതാക്കളും ബോളിവുഡ് താരങ്ങളും അതിഥികളായി എത്തുന്ന നിശാ പാർട്ടികൾ. ഉയർച്ച അത്രമേൽ കൂടുതലായതിനാൽ തന്നെ പതനവും ശക്തമായിരുന്നു. 2018 ആയപ്പോഴേക്കും ആ സാമ്രാജ്യം തകർന്നു. ഇപ്പോഴിതാ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ നിയമപരമായ തടസ്സമില്ലെന്ന് ബെൽജിയം കോടതി വ്യക്തമാക്കിയതോടെ നീണ്ട നാളത്തെ കുറ്റാന്വേഷണ പരമ്പരകൾക്കും തിരശ്ശീല വീഴുകയാണ്. സുഹൃത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും വന്ന ബിറ്റ്കോയിൻ ഇടപാട് സംബന്ധിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് പുന്നയൂർക്കുളം സ്വദേശിനിയായ യുവതി. ലിങ്ക് തുറന്നതോടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു. ഗൂഗിൾ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള സകല സോഷ്യൽ മീഡിയ ആപ്പുകളും ലോഗ് ഔട്ടായി. പിന്നീട് ഇങ്ങോട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളും എത്തി തുടങ്ങി. ദിനംപ്രതി നമുക്ക് ചുറ്റും ഇത്തരത്തിൽ 100 കണക്കിന് തട്ടിപ്പുകളാണ് സംഭവിക്കുന്നത്. എല്ലാം അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ. കാണാം ഡിജിറ്റൽ അണ്ടർവേൾഡ്. മൾട്ടി ലെവൽ ബിസിനസ് മാതൃക പോലെയാണ് പുതിയ ഹാക്കിംഗ് രീതികൾ. തട്ടിപ്പിനായി സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകൾ തന്നെ ഉപയോഗിക്കുന്നതാണ് പുതിയ രീതി. പരിചയമുള്ളയാളുടേതായതിനാൽ പലരും ലിങ്ക് തുറന്നു നോക്കും. ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്ന അക്കൗണ്ട് വഴി തട്ടിപ്പ് തുടരും. പുന്നയൂർക്കുളം സ്വദേശിയായ യുവതിക്ക് സംഭവിച്ചതും ഇതുതന്നെ. സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന സന്ദേശമല്ലേ എന്ന് കരുതിയാണ് യുവതി ലിങ്ക് തുറന്നത്. ഉടൻ ഫോൺ കുറച്ചുനേരം പ്രവർത്തനരഹിതമായി. വീണ്ടും ഓൺ ചെയ്തു നോക്കിയപ്പോഴാണ് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം അറിയുന്നത്. സന്ദേശമയച്ച സുഹൃത്തിനെ ബന്ധപ്പെട്ടപ്പോഴാണ് അയാളുടെ അക്കൗണ്ടും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞത്. പിന്നീട് യുവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ സുഹൃത്ത് പട്ടികയിലുള്ള പലർക്കും സമാന രീതിയിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചു. പണം ആവശ്യപ്പെട്ടും സന്ദേശമെത്തി. ഇതോടെ യുവതി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യിച്ച് പൂട്ടേണ്ടി വന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ യഥാർത്ഥ അക്കൗണ്ടിൽ നിന്നാണ് തട്ടിപ്പിനായി സന്ദേശങ്ങൾ എത്തിയതെന്നത് തട്ടിപ്പിന്റെ ആഴം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകിയാൽ പണം, ബിറ്റ്കോയിൻ ഇടപാടുകൾ നടത്തിയാൽ പണം, ഗീവ് അവേ സമ്മാനങ്ങൾ തുടങ്ങി സോഷ്യൽ മീഡിയ വഴിയുള്ള പണമിടപാടുകളിലൂടെ നിരവധി പേർക്കാണ് വൻ തുകകൾ നഷ്ടമാകുന്നതായി പരാതിപ്പെടുന്നത്.
ഇതോടൊപ്പം വിലയ്ക്ക് വാങ്ങിയ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള സൈബർ തട്ടിപ്പും പോലീസിന് തലവേദനയായിട്ടുണ്ട്. അടുത്തിടെ നടന്ന വൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ മലയാളികളും പങ്കാളികളാണ്. പണം മലയാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെത്തുകയും കേരളത്തിലെ വിവിധ ATMകൾ വഴി പിൻവലിക്കുകയും ചെയ്തിരുന്നതായാണ് കണ്ടെത്തൽ. കൊച്ചിയിലെ ഫാർമ കമ്പനി ഉടമയ്ക്ക് 25 കോടി നഷ്ടമായ സംഭവത്തിൽ കൊല്ലം സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമെത്തിയതായി കണ്ടെത്തിയിരുന്നു. പാലാരിവട്ടത്തെ ATMൽ നിന്നാണ് ഇവർ പണം പിൻവലിച്ചിരുന്നത്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടർക്ക് 4.5 കോടി രൂപയിലധികം നഷ്ടമായ സംഭവത്തിൽ പിടിയിലായത് പെരുമ്പാവൂർ സ്വദേശിയായിരുന്നു. ഇയാളും കൂട്ടുപ്രതികളും ചേർന്ന് ചെന്നൈ സ്വദേശിയെ കബളിപ്പിച്ച് അയാളുടെ ബാങ്ക് അക്കൗണ്ട് തരപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തട്ടിപ്പ് പണം വിവിധ ATMകളിൽ നിന്ന് പിൻവലിച്ചു. ചില ഫേക്ക് അക്കൗണ്ടുകളിലെത്തിയ പണം പിന്നീട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മറ്റു പല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായും കണ്ടെത്തിയിരുന്നു. പണം പോയ വഴി കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തുന്നത്. സൈബർ സുരക്ഷിതരാകുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെങ്കിലും ഇത്തരം ചതിക്കുഴികളിൽ ചെന്നുപെടുന്നതിൽ കൂടുതലും പ്രൊഫഷണലുകളാണ് എന്നതാണ് ആശങ്കാജനകം.